കേരളത്തിൻ്റെ ഗ്രാമീണ റോഡുകൾ അടക്കം കേരളത്തിൽ വലിയ അഭൂതപൂർവമായ പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമായ 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന വിധത്തിലുള്ളൊരു പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വികസനത്തിന് ആവശ്യമായ വിഭവ സമാഹരണം നടത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തനത് വിഭവ സമാഹരണം നടത്താൻ സാധിക്കാത്ത അവസരത്തിലാണ് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഗോളതലത്തിൽ നിന്ന് തന്നെ സാമൂഹിക വികസനത്തിനാവശ്യമായ സാമ്പത്തിക വികസനത്തിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പാക്കാൻ ഈ ഗവൺമെന്റിന് സാധിച്ചിട്ടുള്ളത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ സ്വകാര്യ ഇടപെടലുകളേക്കാൾ ഉപരി കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളാകട്ടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളാകട്ടെ, ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലുമുള്ള അടിസ്ഥാന ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങളെ വലിയ തോതിൽ വികസിപ്പിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന സേവനങ്ങൾ ഗുണനിലവാരമുള്ള സേവനങ്ങളാക്കി മാറ്റി എടുക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തിയുണ്ടായി. ഫിസ്ക്കൽ ഫെഡറലിസം എന്ന കാഴ്ചപ്പാടിന് തീർത്തും ഘടകവിരുദ്ധമായ രീതിയിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാലയളവിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് ന്യായമായിട്ട് ലഭിക്കേണ്ട നികുതി വിഹിതം അത് ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു. തീർത്തും ഒരു വലതുപക്ഷ ധനമൗലികവാദത്തിന്റെ പേര് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ഫിസ്ക്കൽ ഫെഡറലിസം FRBM ആക്ട് അനുശാസിക്കുന്നത് പോലെ 3.5% നിജപ്പെടുത്തണം എന്ന് വളരെ കാർക്കശ്യത്തോടുകൂടി ആവശ്യപ്പെടുകയും അതേസമയം കേന്ദ്ര ഗവൺമെന്റ് അത് അത്തരത്തിൽ നിജപ്പെടുത്താതെ അവർക്ക് തോന്നിയതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 6000-ലധികം വരുന്ന കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിലകപ്പെട്ട കുടുംബങ്ങളാണ് എന്ന് വളരെ കൃത്യമായ ഒരു രീതിശാസ്ത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ആ കുടുംബങ്ങളുടെ സർവ്വതോന്മുഖമായ സാമ്പത്തിക ഉന്നമനത്തിന് ആവശ്യമായ രീതിയിൽ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും, അതായത് എല്ലാ വകുപ്പുകളും സംയോജിപ്പിച്ചുകൊണ്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി ഒരു വികസനം, ഈ ആളുകളുടെ, ഈ കുടുംബങ്ങളുടെ ഒരു വികസനം ആണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. നമ്മുടെ കേരളം രൂപീകൃതമായതിന് ശേഷം അതിൻ്റെ ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 5 വർഷം പ്രത്യേകിച്ചും, അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം എടുത്താൽ പൊതുവായും നമ്മുടെ കേരളത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക മേഖലകളിൽ അതിൻ്റെ പഴയ ചരിത്രത്തെ വെച്ച് നോക്കുമ്പോൾ സമാനതകളില്ലാത്ത ഒരു വികസന പ്രവർത്തനമാണ് നടന്നത് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ കാലയളവിൽ നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള വെല്ലുവിളികളും നമ്മൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. അത് പലയിടത്തും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. നിപ്പ പോലെയുള്ള മഹാമാരികൾ, അതുപോലെ പ്രകൃതിക്ഷോഭങ്ങൾ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ മുണ്ടക്കൈ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടൽ പോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഇത്തരം വലിയ ദുരന്തങ്ങളെയെല്ലാം ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ അടുത്ത് നിന്ന് നേരിടുന്നത് സംസ്ഥാന സർക്കാരുകളാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഒരു ഫെഡറൽ സംവിധാനം, ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഫെഡറൽ സംവിധാനം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനം പല തലങ്ങളിലുള്ള ഗവൺമെൻറ്റുകളുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട്, അതിന് താഴെ സംസ്ഥാന സർക്കാരുകളുണ്ട്, ലോക്കൽ ബോഡി ഗവൺമെൻറ്റുകളുണ്ട്. ഈ ഗവൺമെൻറ്റുകളിലേക്കെല്ലാം തന്നെ രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ടുള്ള
വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിന് വളരെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നമ്മളുടെ ഭരണഘടനയിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരുകൾ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന് പറയുന്ന അതിൻ്റെ അടിസ്ഥാന തത്വങ്ങളുണ്ട്. കേന്ദ്ര സർക്കാരുകൾ അവരുടെ വിഭവങ്ങൾ സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കുവെച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഈ കഴിഞ്ഞ കാലയളവിൽ ഈ ഫിസ്ക്കൽ ഫെഡറലിസം രാജ്യത്ത് ഏറ്റവും വലിയ വെല്ലുവിളി നേരിട്ട കാലഘട്ടമാണ്. കേരളം പോലെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ എല്ലാം മഹാമാരികളെ എല്ലാം ജനങ്ങളോടൊപ്പം നിന്ന് നേരിട്ട സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം വിഭവം അതിനനുസൃതമായി വിഭവ കൈമാറ്റം നടത്താത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. ഈ സാഹചര്യത്തിലെല്ലാം തനത് വിഭവ സമാഹരണം കാര്യക്ഷമമായി ഉയർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഈ കേരളത്തിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ, സാമ്പത്തിക വികസനം എന്ന് പറയുമ്പോൾ അതിന് 2-3 പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളെ വികസനത്തിൻ്റെ പ്രയോക്താക്കളായിട്ട് കാണുന്നു ഒരു ഭാഗത്ത്. അതേപോലെ തന്നെ അതേ ജനങ്ങളെ ഈ വികസനത്തിനുള്ള ഉപാധികളായിട്ടും സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. ജനങ്ങളെ ഉപാധികളായിട്ട് കാണുമ്പോൾ ഏറ്റവും വലിയ വിഭവം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട വികസനത്തിനായിട്ടുള്ള വിഭവം എന്ന് പറയുന്നത് മാനവ വിഭവശേഷിയാണ്. ആ മാനവ വിഭവശേഷിക്ക് ആവശ്യമായ വിധത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ്, ഒരു വൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് അല്ലെങ്കിൽ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കുന്നതിന് കേരള സർക്കാർ ഈ കഴിഞ്ഞ 5 വർഷം വളരെയധികം പരിശ്രമിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒന്നാം പിണറായി ഗവൺമെൻറ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസത്തിനെ സമഗ്രമായി പരിഷ്കരിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ടാം പിണറായി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സർവകലാശാലകളിൽ നിലനിൽക്കുന്ന പലതരം പ്രശ്നങ്ങൾ, വീണ്ടും വെല്ലുവിളികൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. സർവകലാശാലകളുടെ ജനാധിപത്യപരമായ അവകാശങ്ങളെ എല്ലാം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ്, ഗവർണർ പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടലുകൾ നടത്തിയപ്പോഴും ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ലോകത്താകമാനമുള്ള ഉന്നത വിദ്യാഭ്യാസ രീതിയിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന വിധത്തിലുള്ള മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരാനുള്ള, കരിക്കുലത്തിലടക്കം കൊണ്ടുവരാനുള്ള വളരെ വലിയ പരിശ്രമം ആ ഗവൺമെൻറ് നടത്തുകയുണ്ടായി. ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനുള്ള ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ നമ്മുടെ മാനവ വിഭവശേഷിയെ ഒരു മോഡേൺ ഹ്യൂമൻ റിസോഴ്സായി ഡെവലപ്പ് ചെയ്യുകയും സ്കിൽ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയും അങ്ങനെ നമ്മുടെ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന വിധത്തിൽ ജനങ്ങൾ എന്ന മാനവ വിഭവശേഷി രൂപീകരിക്കാനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കാലയളവിൽ ഉണ്ടായിട്ടുള്ളത്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കുന്ന എനിക്ക് തോന്നുന്നത് ഒരു പൊതു ഉടമസ്ഥതയിലുള്ള വികസനം എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ സാമ്പത്തിക വികസനമായാലും സാമൂഹിക വികസനം ത്തിൻ്റെ പ്രധാനപ്പെട്ട കണ്ണികളായ വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ പോലും വലിയ രീതിയിലുള്ള സ്വകാര്യ ഇടപെടലുകൾ നടത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ സ്വകാര്യ ഇടപെടലുകളേക്കാൾ ഉപരി കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, അത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളാകട്ടെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്ററുകളാകട്ടെ, ഗ്രാമീണ മേഖലയിലും നഗരമേഖലയിലുമുള്ള അടിസ്ഥാന ആരോഗ്യ പശ്ചാത്തല സൗകര്യങ്ങളെ വലിയ തോതിൽ വികസിപ്പിച്ചുകൊണ്ട് അവർ കൊടുക്കുന്ന സേവനങ്ങൾ ഗുണനിലവാരമുള്ള സേവനങ്ങളാക്കി മാറ്റി എടുക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഗവൺമെൻറ് നടത്തുകയുണ്ടായി. ഒരു പൊതു മേൽനോട്ടത്തിൽ, ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള
ഇത്തരം വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇത് പ്രധാനമായും ഇത്തരത്തിൽ ഒരു ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സൗകര്യങ്ങൾ ലഭിക്കുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരസമത്വം ഉണ്ടാകാതിരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അതാണ് മൂന്നാമത്തെ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് സമത്വം എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സമത്വം എന്ന ആശയത്തിൽ ഊന്നി നിന്നത് കൊണ്ടാണ് കേരളത്തിൻ്റെ സാമ്പത്തിക സാമൂഹിക വികസനം മുന്നോട്ട് പോയത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് രാജ്യത്തെ കേരളത്തിലെ 6000-ലധികം വരുന്ന കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ 6000-ലധികം വരുന്ന കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിലകപ്പെട്ട കുടുംബങ്ങളാണ് എന്ന് വളരെ കൃത്യമായ ഒരു രീതിശാസ്ത്രത്തിലൂടെ സംസ്ഥാന സർക്കാർ കണ്ടെത്തുകയും ആ കുടുംബങ്ങളുടെ സർവ്വതോന്മുഖമായ സാമ്പത്തിക ഉന്നമനത്തിന് ആവശ്യമായ രീതിയിൽ സംസ്ഥാനത്തെ സർക്കാരിൻ്റെ എല്ലാ വിഭാഗങ്ങളിലും, അതായത് എല്ലാ വകുപ്പുകളും സംയോജിപ്പിച്ചുകൊണ്ട് അവരെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി ഒരു വികസനം, ഈ ആളുകളുടെ, ഈ കുടുംബങ്ങളുടെ ഒരു വികസനം ആണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനപ്രകാരം ആണ് ഈ അതിദാരിദ്ര്യമുക്തം എന്നുള്ള കാഴ്ചപ്പാട് മുന്നോട്ട് പോയത്. എനിക്കറിയില്ല ലോകത്തിലെ ഏതെങ്കിലും ഒരു പ്രാദേശിക ഗവൺമെൻറ്റിന് ഇങ്ങനെ ഇതിനു മുൻപ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പം പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ എല്ലാ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള സമത്വപൂർണമായ ഒരു സാമൂഹിക വികസനം സാധ്യമാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ സമത്വം എന്നൊരു ആശയത്തിനും വളരെ വലിയ വെല്ലുവിളികൾ സംസ്ഥാന സർക്കാർ നേരിട്ടിട്ടുണ്ട്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഫിസ്ക്കൽ ഫെഡറലിസം എന്ന കാഴ്ചപ്പാടിന് തീർത്തും ഘടകവിരുദ്ധമായ രീതിയിലുള്ള നിലപാടുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കാലയളവിലെല്ലാം ഉണ്ടായിട്ടുള്ളത്. സംസ്ഥാനത്തിന് ന്യായമായിട്ട് ലഭിക്കേണ്ട നികുതി വിഹിതം അത് ലഭിക്കാത്തൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു. തീർത്തും ഒരു വലതുപക്ഷ ധനമൗലികവാദത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നത്. ഫിസ്ക്കൽ ഫെഡറലിസം FRBM ആക്ട് അനുശാസിക്കുന്നത് പോലെ 3.5% നിജപ്പെടുത്തണം എന്ന് വളരെ കാർക്കശ്യത്തോടുകൂടി ആവശ്യപ്പെടുകയും അതേസമയം കേന്ദ്ര ഗവൺമെൻറ് അത് അത്തരത്തിൽ നിജപ്പെടുത്താതെ അവർക്ക് തോന്നിയതുപോലെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനങ്ങളോട് ആവശ്യപ്പെടുകയും സംസ്ഥാനങ്ങൾ അതിന് അനുസൃതമായി അവരുടെ ചെലവുകൾ വെട്ടിക്കുറയ്ക്കാൻ നിർബന്ധിതമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു പൊതു മേൽനോട്ടത്തോടുകൂടി സംസ്ഥാനത്തെ ഇത്രയധികം കുടുംബങ്ങളെ 6000-ലധികം കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള പരിശ്രമത്തിലേക്ക് മുന്നോട്ട് പോയത്. അപ്പം സമത്വം എന്ന ഒരു ആശയം വളരെയധികം പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള ഒരു സാമ്പത്തിക വികസനമാണ് ഈ ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുപോയത്. ഇത്തരത്തിലൊരു അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് മേൽ അടിച്ചേൽപ്പിച്ച സമയത്തും 62 ലക്ഷത്തിലധികം 63 ലക്ഷത്തിലധികം കുടുംബങ്ങൾക്ക് ക്ഷേമ പെൻഷനുകൾ നൽകാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകിലെല്ലാം സംസ്ഥാന സർക്കാർ തനതായ വിഭവ സമാഹരണം വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം നേടാൻ സംസ്ഥാന സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കേരളത്തിൻ്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ഇന്നത്തെ കാലയളവിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള മറ്റൊരു ഘടകം എന്ന് പറയുന്നത് വിജ്ഞാനമാണ്.
അതായത് കേരളത്തെ ഒരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായി പുനരവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പുരോഗതി സാധ്യമാക്കാനുള്ളൊരു ശ്രമമാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയായിട്ട് പുനരവതരിപ്പിക്കുന്ന സമയത്ത് എന്താണ് അതുകൊണ്ട് കേരളത്തിന് ഉള്ള മെച്ചം എന്ന് ചോദിച്ചാൽ, കേരളം മുൻപ് തന്നെ നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാമ്പത്തിക സാഹചര്യം എന്ന് പറയുന്നത് വളരെ അധികം സാമൂഹിക പുരോഗതി കേരളം നേടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കേരളത്തിലെ ശിശുമരണ നിരക്ക് ലോകത്തിലെ ഏറ്റവും വികസിത സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറയുന്ന അമേരിക്ക പോലെയുള്ള സമ്പദ് വ്യവസ്ഥകളെക്കാൾ മുന്നിലേക്ക് വന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളം ഉയർന്ന സാമൂഹിക പുരോഗതി മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കിയാൽ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വികസിതമായ സമ്പദ് വ്യവസ്ഥകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പോലും കേരളം ഏറ്റവും പുരോഗതി ആർജിച്ച ഒരു സംസ്ഥാനമാണ്, സാമൂഹിക പുരോഗതി ആർജിച്ച സംസ്ഥാനമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ അതേപോലെ നമുക്കൊരു സാമ്പത്തിക ഉന്നമനം ഈ കാലയളവിൽ ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 90കളുടെ അവസാനം വരെ കേരളം സാമ്പത്തികമായി കേരളത്തിൻ്റെ സ്റ്റേറ്റ് GDP നോക്കുന്ന സമയത്തൊന്നും വലിയ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ 2000-ന് ശേഷം സാമ്പത്തികമായിട്ടും കേരളം മുന്നേറുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പം കേരളം ആർജിച്ച ഈ സാമൂഹിക പുരോഗതി, വലിയ സാമൂഹിക പുരോഗതി തുടർന്നു കൊണ്ടുപോകാനും അതുപോലെ തന്നെ കേരളം ആർജിച്ച സാമൂഹിക പുരോഗതിയുടെ ബെനിഫിറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ലഭ്യമാക്കുന്നതിനും നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെ വ്യവസായങ്ങൾ വളരണം, ഇവിടെ സാമ്പത്തിക പുരോഗതിക്ക് നമ്മുടെ തന്നെ വിഭവശേഷി നമുക്ക് ഉപയുക്തമാക്കാൻ സാധിക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥ കേരളത്തിൽ പടുത്തുയർത്താനുള്ള ശ്രമം ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരുന്നത്. ആ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വലിയ രീതിയിലുള്ള ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റം വരുന്നു. അതോടൊപ്പം തന്നെ സ്കിൽ ഇമ്പാർട്ടഡ് ആയിട്ടുള്ള നോളജ് ഇമ്പാർട്ടഡ് ആയിട്ടുള്ള ഒരു വികസനം വരുന്നു. അതിനാവശ്യമായ രീതിയിൽ യുവാക്കൾക്ക് തൊഴിൽ ജനറേറ്റ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നോളജ് മിഷൻ തുടങ്ങിയ സംഭവങ്ങളെല്ലാം വരുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൻ്റെ സാമൂഹിക പുരോഗതിയെ സംബന്ധിച്ച് സമഗ്രമായൊരു കാഴ്ചപ്പാട് കേരളത്തിലെ ഈ സർക്കാരിന് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദൗർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പുരോഗതിക്ക് ബദലായിട്ടുള്ള അല്ലെങ്കിൽ ഇതിന് ബദലായിട്ടുള്ള മറ്റൊരു സാമ്പത്തിക കാഴ്ചപ്പാട് കേരളത്തിൽ ഉയർന്നു വരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. ഇപ്പോൾ പ്രതിപക്ഷത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിനോ മറ്റൊരു സാമൂഹിക വികസനത്തിനുള്ള കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് ഇനി വരുന്ന കാലയളവിൽ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ തൊഴിലില്ലാത്ത ആളുകൾക്ക് തൊഴിൽ ലഭിക്കുന്നതിനും കേരളത്തിൻ്റെ സമഗ്രമായ സാമ്പത്തിക പുരോഗതിക്കും അനിവാര്യമായ ഒരു അടിത്തറ ഇതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഗവൺമെൻറ് ഇട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാനിപ്പം പറഞ്ഞതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു സാമൂഹിക പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സാമ്പത്തിക പുരോഗതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം എന്ന് പറയുന്നത് പശ്ചാത്തല സൗകര്യങ്ങളാണ്. കേരളത്തിൻ്റെ ഗ്രാമീണ റോഡുകൾ അടക്കം കേരളത്തിൽ വലിയ അഭൂതപൂർവമായ പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമായ 5 വർഷങ്ങളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ സമഗ്രമായ സാമ്പത്തിക വികസനത്തിന് ഉതകുന്ന വിധത്തിലുള്ളൊരു പശ്ചാത്തല സൗകര്യ വികസനം സാധ്യമാക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. അവിടെയും നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് വികസനത്തിനാവശ്യമായ വിഭവ സമാഹരണം നടത്താൻ നമുക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തനത് വിഭവ സമാഹരണം നടത്താൻ സാധിക്കാത്ത അവസരത്തിലാണ് ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി പോലെയുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആഗോളതലത്തിൽ നിന്ന് തന്നെ സാമൂഹിക വികസനത്തിനാവശ്യമായ വിഭവങ്ങൾ സമാഹരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള
ഒരു പശ്ചാത്തല സൗകര്യ വികസനം ഉറപ്പാക്കാൻ ഈ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുള്ളത്.